ഡാൻഡ്രഫ് ഉണ്ടാകുന്നതിന് പലതാണ് റീസൺസ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. ഒരുപാട് ഡാൻഡ്രഫിന്റെ പ്രശ്നമാണ്, എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡാൻഡ്രഫ് വരുന്നുണ്ട്, അത് ചിലപ്പോൾ നമ്മുടെ സ്കാൾപ്പ് ഒരുപാട് ഓയിലി ആയിരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് ഡ്രൈ ആയിരിക്കുമ്പോഴായിരിക്കാം. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, അതായത് ഡാൻഡ്രഫ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട് എന്നാൽ അത് പെട്ടെന്ന് മാറ്റാം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള ഡാൻഡ്രഫ് പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചില ഹോം റെമഡീസ് ട്രൈ ചെയ്യാം. ഒറ്റ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും ഡാൻഡ്രഫിൽ നിന്ന്. സോ അത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് എന്നും നോക്കാം. ഒന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒട്ടുമിക്കപ്പോഴും എടുക്കാൻ കിട്ടുന്ന ഒന്നാണ് തൈര്, അല്ലേ? സോ ഈ തൈര് നമ്മുടെ തലമുടിയിൽ നന്നായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തൈര് നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. എസ്പെഷ്യലി നമ്മുടെ സ്കാൾപ്പ് നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഉള്ള കഴിവ് തൈരിനുണ്ട്. അപ്പം നമ്മുടെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടും ഒരു പരിധി വരെ തൈര് സഹായിക്കും. ഒന്നെങ്കിൽ തൈരിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും മിക്സ് ചെയ്തിട്ട്, അതായത് തൈര് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ തൈരിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട്, നെല്ലിക്കാപ്പൊടിയൊക്കെ വേണമെങ്കിൽ തൈരിൻ്റെ കൂടെ മിക്സ് ആക്കിയാൽ നമ്മുടെ മുടി വളരുന്നതിനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്കാൾപ്പിന് പറ്റുന്ന രീതിയിൽ തൈര് തലമുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ റെമഡി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു നാരങ്ങയും കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. 1-2 സ്പൂണോളം നാരങ്ങ നീരും കൂടെ മിക്സ് ആക്കുക. ഇത് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് മാറാൻ സഹായിക്കുന്ന നല്ല ഒരു കോമ്പിനേഷനാണ്. അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും മുടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ തലയോട്ടിയിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുമോ എന്നറിയാനായിട്ടൊരു പാച്ച് ടെസ്റ്റ് നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ എല്ലാം വർക്ക് ആവണമെന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് മസ്റ്റായിട്ടൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. സോ നാരങ്ങയാണെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഡാൻഡ്രഫ് അകറ്റാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു റെമഡിയാണ്. സോ ഇത് രണ്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ആര്യവേപ്പില നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചില ആളുകൾ പേസ്റ്റ് ആക്കി ഉപയോഗിക്കാറുണ്ട്, ചില ആളുകൾ നീം ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, ചില ആളുകൾ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം തലയോട്ടിയിൽ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മുടെ തലയോട്ടിക്ക് നല്ലതാണ്, പ്രത്യേകിച്ച് ഹെൽത്തി ആക്കി വെക്കുക നമ്മുടെ തലയോട്ടി. ഇതിന് പുറമെ ആയിട്ട് ഇതിനകത്ത് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടിയിലുള്ള ഡാൻഡ്രഫ് അകറ്റാനായിട്ട് ഇത് സഹായിക്കും. മാത്രമല്ല എന്തെങ്കിലും ചൊറിച്ചിലോ ഡ്രൈനെസ്സോ ഒക്കെ നമ്മുടെ മുടിക്കുണ്ടെങ്കിലും അത് മാറാനായിട്ടും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് കുറച്ച് ഷാമ്പൂ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് ആര്യവേപ്പില തിളപ്പിച്ച വെള്ളം തലമുടിയിലിട്ട് കഴുകിയാൽ മതിയാകും. അതുകൊണ്ട് വരെ നമുക്കൊരു നല്ല ആശ്വാസം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. തലമുടി ഹെൽത്തി ആക്കി വെക്കണമെങ്കിലും ഡാൻഡ്രഫ് അകറ്റണമെങ്കിലും ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഫെന്യൂഗ്രീക്ക് സീഡ്സ് അഥവാ നമ്മുടെ സ്വന്തം ഉലുവ എല്ലാ വീടുകളിലും എടുക്കാൻ കിട്ടുന്ന ഒരു നോർമൽ ഇൻഗ്രീഡിയൻറ്റ്. ഈ ഉലുവ തലേ ദിവസം ഒരല്പം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നെങ്കിൽ ആ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഇത് അരച്ചോ തലയിൽ ഇടുന്നത് ഡാൻഡ്രഫ് അകറ്റും. അതായത് ഒരു ചെറിയ ആൻറ്റി ഫംഗൽ എഫക്ട്സ് ഈ ഒരു ഉലുവയ്ക്കുണ്ട്. അത് മാത്രമല്ല ഇതിൽ നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള പ്രോട്ടീനും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടും ഡാൻഡ്രഫ് അകറ്റാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, മുടി നന്നായിട്ട് വളരാനും നല്ലതാണ് ഉലുവ എന്നാണ് പറയപ്പെടുന്നത്. സോ മുടിയിൽ ഒരുപാട് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഉലുവയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവരുടെയും വീട്ടിൽ എടുക്കാൻ പറ്റുന്ന 4 റെമഡീസ് ആണ് ഞാൻ പറഞ്ഞു തന്നിരുന്നത്, അതും ഡാൻഡ്രഫ് അകറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വർക്കൗട്ട് ആയത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെന്നില്ല, എൻ്റെ സ്കിന്നിൽ പറ്റിയത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുക. നാച്ചുറൽ റെമഡി ആയതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് വിചാരിക്കരുത്. ഒരു 1-2 തവണയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. സോ അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടാതെ വളരെ നാച്ചുറലായിട്ട് യാതൊരു ഡാമേജും വരാത്ത രീതിയിൽ ഇത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് അറ്റ് ടൈം യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.